ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നവമി ആൻഡ് നിർവേദ് ബ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിസപ്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ഇന്നലെ ഒരു മാരേജ് ഉണ്ടായിരുന്നു, അതിൻ്റെ റിസപ്ഷൻ വീഡിയോ ആണ് ഇന്ന് കേട്ടോ. സാറ്റർഡേ ആയിരുന്നു മാരേജ്. റിസപ്ഷൻ ഞങ്ങളുടെ ഇവിടെ തന്നെയാണ്, വാവനൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് അവരുടെ ഔട്ട്ഫിറ്റ് കേട്ടോ. ബേബിക്കുട്ടിയുടെ ജീൻസ് പാൻറ്റും ടീഷർട്ടും, അവനും അതുപോലെ തന്നെ ജീൻസിൻ്റെ ഒരു ട്രൗസറും അതുപോലെ തന്നെ ഒരു ബനിയനും. അവനൊരു ബ്ലൂ ആണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു റെഡ് എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവരിവിടെ ഇരിക്കുന്നുണ്ട്. ആമിക്ക് എക്സാം ആണ് നാളെ, അപ്പോൾ അതുകൊണ്ട് പഠിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നു, അവൾ പഠിക്കുന്നു. വേദിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് വർത്താനം പറയുന്നുണ്ട്. നല്ല രസമൊക്കെ ഇഷ്ടമായിട്ടോ. അത് ഞാൻ പോയി എടുത്തതാണ്. ടീഷർട്ടും ബനിയനും അവൾക്ക് ഇങ്ങനത്തെ ഒക്കെ ഇടുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. മുടി ഇങ്ങനെ ഒരു കുതിരവാല് പോലെ കെട്ടിക്കൊടുത്തു, അതാണ് പറയുന്നത് കേട്ടോ. ക്രാബൊക്കെ ചെറുതിട്ടുണ്ടായിരുന്നു. നല്ല ജീൻസും നല്ല ടോപ്പ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബൈക്കിലാണ് പോയത്. അതൊന്നും പറയണ്ട, അതൊരു വല്ലാത്തൊരു തന്നെയായിരുന്നു. ഞങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം അവളൊരു ബാഗ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ബാഗ് വേണ്ട അമ്മേ പറഞ്ഞു. അപ്പോൾ ഓക്കെ പറഞ്ഞു ഞാൻ. നിങ്ങൾ ഇന്നലത്തെ കല്യാണ വീഡിയോ കണ്ടിട്ട് ഉണ്ടെങ്കിൽ കമൻ്റൊക്കെ ഇടൂ കേട്ടോ. അതുപോലെ തന്നെ ലോങ് വീഡിയോയിൽ ഞങ്ങൾ കമൻറ്റ് ഓഫ് ചെയ്യല്ല, ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് കമൻറ്റ് ഓഫ് ആക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഇതാണ് ഞങ്ങൾ പകുതി എത്തിയപ്പോൾ ഉണ്ടായിരുന്നത്. വാവനൂർ ഓഡിറ്റോറിയം എത്തുന്നതിൻ്റെ മുന്നേ അഷ്ടാംഗം ഉണ്ടായിരുന്നു, അതിൻ്റെ അവിടെ വെച്ചിട്ടായിരുന്നു മഴ പെയ്തത് കേട്ടോ. നല്ല മഴയായിരുന്നു, ആകെ നനഞ്ഞു. പിന്നെ ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ട് ഓഡിറ്റോറിയത്തിലെത്തി. ഇതാണ് ഓഡിറ്റോറിയം, അടിപൊളി ഓഡിറ്റോറിയം കേട്ടോ. അച്ചാച്ച അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. വേദുട്ടനും ഞാനും. വേദുട്ടന് എന്താ പ്രശ്നം വെച്ചാൽ കരച്ചിലായി. പിന്നെ കാരണം മഴ ചെറുതായി നനഞ്ഞു ബൈക്കിലായതുകൊണ്ട്. അത്യാവശ്യം നല്ല നനഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് എൻട്രൻസിലേക്ക് അങ്ങോട്ട് കയറി. അപ്പോൾ അതവിടെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുടിച്ചു. ആരും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിത് അവിടേക്ക് കയറി അവിടെ ഇരുന്നു. അപ്പോൾ അവൾ കളിക്കാൻ തുടങ്ങി കേട്ടോ. അവിടെ അധികം പേരൊന്നും വന്നിട്ടുണ്ടെന്നില്ല. അപ്പ ചെക്കനും പെണ്ണൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. ഒരു 11:30-12 മണി കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ. ഞങ്ങൾ 11 മണി കഴിഞ്ഞിട്ടാണ് എത്തിയത്. 11 മണി കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ അധികം ആൾക്കാരൊന്നും അപ്പം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരക്ക് വന്നു. ഇവർ കളിക്കൊക്കെ ആയിരുന്നു കേട്ടോ. അവൾ വീഡിയോ എടുക്കുമായിരുന്നു. ഇതാണ് ഓഡിറ്റോറിയം. നല്ല ഒരു ഗാമിയോ എന്താണ് കേട്ടോ, കൺവെൻഷൻ സെൻ്ററാണ്. ഇന്നലത്തെ പോലത്തെ ഒരു കൺവെൻഷൻ സെൻ്ററാണ്. അപ്പോൾ അവൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അധികം തിരക്ക് നല്ലൊന്നും ഉണ്ടായിരുന്നില്ല. മാരേജിൻ്റെ അത്ര തിരക്കൊന്നും റിസപ്ഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വേദുട്ടൻ ഭയങ്കര വാശിയിലായിരുന്നു അപ്പോൾ കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ സെറ്റായി വന്നു, ഒന്ന് നിൽക്കാൻ തുടങ്ങി അവിടെ. അപ്പോൾ ഞാൻ അച്ഛമ്മോട് ഹായ് പറയായിരുന്നു കേട്ടോ. അപ്പം അച്ഛമ്മ ചിരിക്കുക, യൂട്യൂബിൽ ഇടുക എന്ന് പറഞ്ഞപ്പോൾ ചിരിക്കുക കേട്ടോ. അച്ഛമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ യൂട്യൂബിൽ വരാൻ. വേദു ഇവിടെ ബാഗിലിരുന്ന് കളിക്കാൻ കേട്ടോ. വേദു കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ എൻട്രി, ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും എൻട്രി വന്നു വരികയാണ്. അവർ നല്ല അടിപൊളിയായി അണിഞ്ഞു ഒരുങ്ങി വരുന്നുണ്ട്. നിങ്ങൾക്കിതിൽ കാണാം അവരെന്നെ. ആൾ പെൺകുട്ടി ഡോക്ടറാണ് കേട്ടോ, ആൺകുട്ടി എഞ്ചിനീയറായിട്ടാണ്. മാമ ഇവിടെ ഏതൊരു ഓട്ടോറിക്ഷ പോയാലും മാമ പറയും കേട്ടോ. അതാണ് പെൺകുട്ടി, കല്യാണ പെണ്ണും കല്യാണ ചെക്കനും കേട്ടോ. അവരുടെ ടീം വന്നപ്പോഴാണ്, പെണ്ണിൻ്റെ ടീം വന്നപ്പോഴാണ് പിന്നെ ഇത്തിരി തിരക്കായത്. ചെക്കൻ്റെ ഇവിടുന്ന് അടുത്ത ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ. പൂച്ച, ഇത് കൂടെ ഒരു പൂച്ച പോകുന്നുണ്ട് കേട്ടോ. അതാണ് അവൻ പറയണത്. അവർ വന്നു, നല്ല അടിപൊളിയായിട്ടാണായിരുന്നു അവരുടെ എൻട്രി. ഇതാണ് പെണ്ണിൻ്റെ അമ്മ, ബാക്കിലുണ്ട്, സ്കെൽറ്റായിട്ടുള്ള ആളാണ്. അപ്പോൾ അവർ പാട്ടൊക്കെ വെച്ചിട്ട് നല്ലതിൽ പോവുമായിരുന്നു കേട്ടോ. അതൊക്കെ പെണ്ണിൻ്റെ വീട്ടുകാരാട്ടോ. അതിൽ ചെക്കൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ ഉണ്ട്. പെണ്ണ്, അമ്മ, അച്ഛൻ, അത്രയേ ഉള്ളൂ. പെൺകുട്ടി മാത്രമേ ഉള്ളൂ, സിബ്ലിങ്സ് ഒന്നുമില്ല. നല്ല രസത്തിൽ അവരുടെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓഡിറ്റോറിയത്തിൽ. അല്ല ബേബിയെ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അവരുടെ ചെക്കൻ്റെ അച്ഛനും അമ്മയും, അതുപോലെ തന്നെ ചെക്കൻ്റെ അച്ഛനും അമ്മയും സിസ്റ്ററും, പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ആണ് കേട്ടോ അത്. പിന്നെ അവർ കുറച്ച് നേരം അവരുടെ റിലേറ്റീവ്സ് അങ്ങനെയൊക്കെ ആയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു.
അതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് പോയി. ബേബി അവിടെ കളിക്കായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വേദു വാശി പിടിച്ചു, കരഞ്ഞു, നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ പുറത്ത് പോയിട്ട് ഞാൻ അവന് ജ്യൂസ് കൊടുത്തു. വേദു ജ്യൂസ് കുടിച്ചില്ലേ? ആ ജ്യൂസ് കുടിച്ചു. അച്ഛൻ കൊടുത്തു കേട്ടോ ജ്യൂസ്. ഗ്രേപ്പ് ജ്യൂസും അതുപോലെ തന്നെ പേരയ്ക്ക ജ്യൂസ്, അങ്ങനെ ഒരുപാട് ജ്യൂസ് ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ കേക്ക് കട്ടിങ് സെറിമണി ആയിരുന്നു അതവിടെ. അപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തതാണ്. പെണ്ണിൻ്റെ ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു, ചെക്കൻ്റെ ഫാമിലിയും ഒക്കെ കൂടിയിട്ട് കേട്ടോ. ഫ്രണ്ട്സ് അങ്ങനെ ആരൊക്കെയോ ഉണ്ട്. കേക്ക് കട്ടിങ് ആയിരുന്നു. അതാണ് ഞാൻ നേരത്തെ കാട്ടിയത് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ പാട്ടൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ ഡാൻസ് കളിക്കുകയാണ്. വേദു അപ്പോൾ ഒന്ന് ഓണായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഡാൻസൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഫുഡ് കൊടുക്കാൻ തുടങ്ങി കേട്ടോ. ബൊഫേ ആയിരുന്നു, ഫുഡ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അവിടെ അവൾക്ക് ബാത്റൂമിലൊക്കെ പോകണം പറഞ്ഞപ്പോൾ അവിടെയൊക്കെ പോയി വന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ വേദു ഒന്ന് നമസ്കരിച്ചു. അല്ല, വേദു സാഷ്ടാംഗം നമസ്കരിച്ചു. അപ്പോൾ ഞാൻ അവിടെ വെറുതെ അവർ ഡാൻസ് കളിക്കുമ്പോൾ അവിടെ അങ്ങനെ കാട്ടിയതാട്ടോ. കേക്ക് കട്ട് ചെയ്യുമ്പോൾ അവൾ പറഞ്ഞു അത് അമ്മ എടുക്കൂ പറഞ്ഞപ്പോൾ ഞാൻ അതിങ്ങനെ ആക്കുമ്പോൾ പറഞ്ഞു. അയ്യോ, എല്ലാവരുടെ നാട്ടിലും അതിനൊന്നും തന്നെ പറയാം. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ പിന്നെ വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ റൈസ്, കറി, ചിക്കൻ കറിയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. നോൺ വെജ് ഉള്ളവർക്ക് അതും, വെജിറ്റേറിയൻസിന് ചപ്പാത്തി അങ്ങനെ എന്തൊക്കെയോ സെക്ഷൻ ഉണ്ട്. നമ്മൾ പിന്നെ ആ ഭാഗത്തേക്ക് പോവില്ലല്ലോ, നമ്മൾ ഓൺലി നോൺ വെജ്. പിന്നെ കേക്ക് അടിപൊളിയായിട്ട് അവർ നല്ല പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഇത് കഴിച്ചില്ലേ വേദു? റെഡ് വെൽവെറ്റ്, ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഒക്കെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഞങ്ങൾ അത്യാവശ്യം നന്നായി കഴിച്ചു അല്ലേ. ഓരോ പീസ് എടുത്തിട്ട് എല്ലാറ്റിൻ്റെയും ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് കഴിക്കേണ്ടി ബേബി അല്ലേ, ഒരു മൈൻഡും ഇല്ല. അപ്പോൾ അവൾക്ക് വീഡിയോ ഒന്നും വേണ്ട. അപ്പോൾ അമ്മ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ പോയി. പിന്നെ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ കഴിക്കുമായിരുന്നു. പിന്നെ വേദു പിന്നെ ആ സമയത്ത് പിന്നെ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അവ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കായിരുന്നു. അതെ. പിന്നെ അവിടെ ചായകൾ പലതരം ഉണ്ടായിരുന്നു കേട്ടോ. പല വെറൈറ്റി ചായകൾ ഉണ്ടായിരുന്നു. അതൊന്നും ഞങ്ങൾ ടേസ്റ്റ് ചെയ്തില്ല. ഞങ്ങൾ ജ്യൂസ് മാത്രമേ അത് മാത്രമേ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ അവിടെ കറങ്ങി. അപ്പോൾ അവൾ ബായൊക്കെ തരും കേട്ടോ. ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. ഇതാണ് കൺവെൻഷൻ സെൻറ്റർ. ഞങ്ങളുടെ അവിടെ ഉള്ളത് തന്നെയാണ്, വാവന്നൂർ കൺവെൻഷൻ സെൻറ്ററാണ്. ഗാമി എന്തല്ലടി, അതാ ഇതാണ് കേട്ടോ. നല്ല സെൻറ്ററാണ്. അത് അവിടെയാണ് കേട്ടോ ടീയുടെ സെക്ഷൻ ഉണ്ടായിരുന്നത്. അത് ഞാൻ വെറുതെ ഒന്ന് കവർ ചെയ്തു. പാപ്പയല്ലടാ, ടീ അല്ലേ, ചായ അല്ലേ. അപ്പം വേദുവാണെങ്കിൽ അവിടേക്ക് തന്നെ പോകണുള്ളൂ. അവനൊരു ചായ, അതെ ഇല്ല, അച്ഛനും മോനും ഒരുപോലെയാ, ചായ കുടിയന്മാരാണല്ലേ. പിന്നെ ഞങ്ങളിതാ വീണ്ടും ഞങ്ങൾ ആ മഴ നനഞ്ഞ സ്ഥലത്തെത്തി. കാരണം അവിടെ ആയിരുന്നല്ലോ ബൈക്ക്. അത് ഞങ്ങൾ അവിടെ വന്നിരുന്നു. എന്നിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഗൈസ്. അപ്പോൾ ബൈ. ഒരു തെറ്റക്കാർക്ക് പറ്റുമല്ലോ, ക്ഷമിക്കൂ. ബൈ.